ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. 1 മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് സ്കൂൾ ഫൺ ടൈം എന്ന ഈ ചാനലിൽ ഉണ്ടായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഓരോരോ മത്സരങ്ങളും വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. യൂണിറ്റ് 1, ബിയോണ്ട് ഫിയർ. ബിയോണ്ട് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം, ഭയത്തിനപ്പുറം. ഇവിടെ ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ their strength but by their ability to inspire and lead others. A true hero is not defined by their strength but by their ability to inspire and lead others. ഒരു യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് അവൻ്റെ ശക്തി കണ്ടിട്ടല്ല, മറിച്ച് മറ്റുള്ളവരെ അവൻ എങ്ങനെ നയിക്കുന്നു, മറ്റുള്ളവർക്ക് അവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ. ലുക്ക് അറ്റ് ദി പിക്ചർ. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയെ കാണാം, പ്രളയം വന്നപ്പോൾ നമ്മളെ സഹായിച്ചവരെ കാണാം, ഒരു കർഷകനെ കാണാം, ഒരു പട്ടാളക്കാരനെ കാണാം, മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം കളിക്കുന്നത് കാണാം. ഇവരൊക്കെയാണ് നമ്മൾ ഹീറോസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ചോദ്യം കണ്ടോ? വൈ ഡു വി റിമെമ്പർ ദം ആസ് എ ഹീറോസ്? എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ ഹീറോസ് ആയി ഓർക്കുന്നത്, നായകന്മാരായി ഓർക്കുന്നത്? എന്തുകൊണ്ടാ? വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? അവരെ നായകന്മാരാകുന്ന പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവർ ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അവരെ ഹീറോസായി കാണുന്നു, അല്ലേ? വി ആർ ഷുവർ ദാറ്റ് ദേ വിൽ ഹെൽപ്പ് us ഇൻ എനി സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ഒരു കൊച്ചു നായകനെ കുറിച്ചുള്ള കഥ വായിച്ച് ആസ്വദിക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ചെറിയ കൈകൾ വലിയ ധൈര്യം എന്നാണ്. ചെറിയ കുട്ടികളുടെ വലിയ ധൈര്യം എന്നാണ് കഥയുടെ പേര്. ഫൺ ടൈം, രസകരമായ സമയം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസാക് were playing in the backyard of their house. Dilna and her little brother Isaac were playing in the backyard of their house. ദിൽനയും അവളുടെ ചെറിയ അനിയൻ ഐസാക്കും വീടിന്റെ പിന്നാമ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറം, വീടിന്റെ ബാക്ക് സൈഡ് എന്നൊക്കെ പറയൂലേ. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ ആൻഡ് സെഡ്. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ ആൻഡ് സെഡ്. ദിൽന ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, Isaac, we should go inside. I think it's going to rain. Isaac, we should go inside. I think it's going to rain. Isaac, നമുക്ക് അകത്തേക്ക് പോകാം, മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. Yes, let's go. Isaac nodded. അതെ, നമുക്ക് പോകാം. ഐസാക് തലയാട്ടി. നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടി. A little worried. അവനക്ക് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. worried എന്ന് പറഞ്ഞാൽ ആശങ്ക. Both of them quickly ran into the house. Both of them quickly ran into the house. രണ്ടുപേരും പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി. They went straight to the kitchen and spotted a plate of cookies on the table. അവർ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഒരു ടേബിളിൽ ഒരു പ്ലേറ്റ് ബിസ്ക്കറ്റ് കണ്ടു. കുക്കീസ്, ഐസാക് സെഡ്. ബിസ്ക്കറ്റ് എന്ന് ഐസാക് പറഞ്ഞു. With a big smile as he grabbed one. With a big smile as he grabbed one. ഒരു വലിയ പുഞ്ചിരിയോടെ അവൻ ഒരെണ്ണം എടുത്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരെണ്ണം എടുത്തു. ടേബിളിൽ ബിസ്ക്കറ്റ് കണ്ടാൽ നമ്മൾ എടുക്കൂലേ, അതുപോലെ അവർ രണ്ടുപേരും ഓരോരോ ബിസ്ക്കറ്റ് എടുത്തു. മോം, ഇറ്റ്സ് റൈനിങ്, ഐസാക് ഷൗട്ടഡ്. അമ്മേ, മഴ പെയ്യുന്നു, ഐസാക് അലറി. ഷൗട്ടഡ് എന്ന് വെച്ചാൽ അലറി, ഉറക്കെ പറയൂലേ, അതിനാണ് ഷൗട്ടഡ് എന്ന് പറയുന്നത്. There was no reply. There was no reply. അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? Where were the children playing? കുട്ടികൾ എവിടെ കളിക്കുകയായിരുന്നു?
ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. വീടിൻ്റെ പിന്നാമ്പുറത്ത് കളിക്കുകയായിരുന്നു അല്ലേ? ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ എന്നാ ചോദിക്കുന്നത്. ഇഷ്ടമാണോ? യെസ്, എല്ലാവർക്കും മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണല്ലേ? എവറി വൺ ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ. ദെയർ വാസ് നോ റീപ്ലൈ ഫ്രോം മദർ. വാട്ട് മേ ബി ദ റീസൺ? ദെയർ വാസ് നോ റീപ്ലൈ ഫ്രോം മദർ. വാട്ട് മേ ബി ദ റീസൺ? അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? നമുക്ക് അടുത്ത പേജിൽ നോക്കിയാലോ എന്തായിരിക്കും എന്ന്. ടീയേഴ്സ് ഓഫ് ഫിയർ. ടീയേഴ്സ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ കണ്ണുനീർ. ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. Then they ran to the living room. Then they ran to the living room. പിന്നെ അവർ ലിവിംഗ് റൂമിലേക്ക് ഓടി. മദർ വാസ് ലേയിങ് ഓൺ ദി ഫ്ലോർ. മദർ വാസ് ലേയിങ് ഓൺ ദി ഫ്ലോർ. അമ്മ തറയിൽ കിടക്കുകയായിരുന്നു. തറയിൽ കിടക്കുന്ന പിക്ചർ കണ്ടോ നിങ്ങൾ? അങ്ങനെ തറയിൽ കിടക്കുകയായിരുന്നു. മദർ വാസ് ലേയിങ് ഓൺ ദി ഫ്ലോർ. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേ, ദിൽന ഉറക്കെ വിളിച്ചു. ഷി ഡിഡ് നോട്ട് ആൻസർ. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. വൈ ഈസ് മോം ലേയിങ് ഓൺ ദി ഫ്ലോർ? വൈ ഈസ് മോം ലേയിങ് ഓൺ ദി ഫ്ലോർ? എന്തിനാണ് അമ്മ തറയിൽ കിടക്കുന്നത്? ഇസ് ഷി സ്ലീപ്പിംഗ്? ഇസ് ഷി സ്ലീപ്പിംഗ്? അമ്മ ഉറങ്ങുകയാണോ? ഐസാക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസാക് സഹോദരിയോട് ചോദിച്ചു. മോം, വേക്കപ്പ്, ഹി ക്രൈഡ്. മോം, വേക്കപ്പ്. അമ്മേ, എണീക്കൂ, ഐസാക് കരഞ്ഞു. ഡോണ്ട് വറി ഐസാക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ്. വിഷമിക്കല്ല ഐസാക്, അവൾ ശരിയാവും, ഓക്കെ ആവും എന്ന് ദിൽന പറഞ്ഞു. ട്രൈയിങ് ടു കൺസോൾ ഹിം, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ദിൽന റഷ്ഡ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ദിൽന റഷ്ഡ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ദിൽന അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് പതുക്കെ കുലുക്കി. ഷൂക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കി. മോം, പ്ലീസ് വേക്കപ്പ്, ദിൽന ബെഗ്ഡ്. അമ്മേ, ദയവായി എണീക്കൂ, ദിൽന യാചിച്ചു. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചു. ബട്ട് ഷി ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അമ്മ അനങ്ങിയില്ല. ദിൽന ട്രൈഡ് അഗെയിൻ. ദിൽന വീണ്ടും ശ്രമിച്ചു. ട്രൈഡ് അഗെയിൻ. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. ഒന്നുകൂടെ ഉറക്കെ കുലുക്കി. ബട്ട് ഷി സ്റ്റിൽ ഡിഡ് നോട്ട് റെസ്പോണ്ട്. പക്ഷെ അമ്മ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. ഐസാക്സ് ഐസ് ഫില്ലഡ് വിത്ത് ടിയേഴ്സ്. ഐസാക്സ് ഐസ് ഫില്ലഡ് വിത്ത് ടിയേഴ്സ്. ഐസാക്കിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്? അമ്മയെ ഉണർത്താൻ ദിൽന എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? ദിൽന ഷൂക്ക് ഹെർ മദർ. അവൾ അമ്മയെ കുലുക്കി. വാട്ട് വിൽ ദിൽന ആൻഡ് ഐസാക് ഡു നെക്സ്റ്റ്? ദിൽനയും ഐസാക്കും ഇനി എന്ത് ചെയ്യും? നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ദ കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് വെറും 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ഇറ്റ് ടു ഡു സംതിങ്. ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ഇറ്റ് ടു ഡു സംതിങ്. പക്ഷേ മൂത്ത കുട്ടി എന്ന നിലയിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഷീ ഫെൽറ്റ് സ്കാർഡ്. അവൾക്ക് ഭയം തോന്നി. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷെ അവൾക്ക് എങ്ങനെ സമാധാനമായിരിക്കണമെന്നറിയാമായിരുന്നു. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. സഡൻലി ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് അവൾക്ക് മുത്തശ്ശിയോട് കളിച്ചിരുന്ന കളി ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിംഗ് ടു കോൾ 101 in times of emergency. She remembered her grandmother asking to call 101 in times of emergency. എന്തെങ്കിലും അടിയന്തരാവസ്ഥ വന്നാൽ 101 വിളിക്കണമെന്ന് അവളുടെ മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു. എമർജൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരൂലേ, അടിയന്തരാവസ്ഥ.
അതിനാണ് എമർജൻസി എന്ന് പറയുക. വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? വേർ ഡു യു ലീവ്? എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് wasn't a game anymore. ഇതൊരു കളിയല്ലെന്ന് ദിൽന മനസ്സിലാക്കി. She knew what she had to do. എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. 101 ആരുടെ നമ്പറാണെന്ന് നിങ്ങൾക്കറിയാവോ? 101 ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ നമ്പറാണ്, ഫയർഫോഴ്സിൻ്റെ. അതെന്തിനാ ഉള്ളതെന്ന് അറിയോ? ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ അവർ വരും. അതിനാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉള്ളത്. ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടാണ് ദിൽന ശാന്തയായത്? എന്തുകൊണ്ടാ? She knew she had to stay calm. അവൾക്ക് എങ്ങനെ സമാധാനമായിരിക്കാമെന്നറിയാമായിരുന്നു. What was the game that Dilna used to play with her grandmother? ദിൽന മുത്തശ്ശിയോടൊപ്പം കളിച്ചിരുന്ന കളി എന്തായിരുന്നു? What do you think Dilna is going to do? ദിൽന ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും ചെയ്യുക? ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് അതാത് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.